ഒരാളൊരു വായു ശ്വസിക്കണമെങ്കിൽ തീർച്ചയായും അത് കാലഘട്ടത്തിലെ അഖ്താബീങ്ങളിലൂടെ മാത്രമേ നടക്കൂ. നമ്മൾ പറഞ്ഞിരുന്ന ഒരു സ്ഥലത്ത് യുക്തിവാദികൾ വെള്ളം കുടിക്കുന്നത് അവർ നിഷേധിക്കുന്ന റബ്ബിന്റെ വെള്ളമാണ്. വഹാബികൾ അവര് മടവൂർ ശൈഖുനയെ വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോ ശ്വസിക്കുന്ന ഓക്സിജൻ ശൈഖുനയുടേതാണ്. വഹാബികൾ അവര് മടവൂർ ശൈഖുനയെ വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോ ശ്വസിക്കുന്ന ഓക്സിജൻ ശൈഖുനയുടേതാണ്. ഫൈസൽ മൗലവി കണ്ട ഏറ്റത്, കാരണം അത് കൊള്ളണില്ലല്ലോ. അയാളൊന്ന് ആദ്യം നമ്മളെ ക്ലിപ്പിട്ട് പറയണ്ടോ, ഒന്ന് കേൾപ്പിച്ചോളൂ. വായു പോലും ശ്വസിക്കാൻ കൊടുക്കുന്ന മടവൂരാണ്. കേട്ടോളൂ മറ്റൊരു മുസ്ലിയാർ. അതുകൊണ്ടല്ലേ ഈ മാസം കഴിഞ്ഞല്ലോ ശവ്വാല്, എവിടെയെങ്കിലും എല്ലാ അനുഗ്രഹങ്ങളും മടവൂർ ശൈഖിൽ നിന്നാണെന്ന് പറയാൻ പാടില്ല എന്ന ഒരു ലഫ്ദ് ഈ ശവ്വാൽ 1 മുതലുള്ള ഒരൊറ്റ പ്രസംഗത്തിലും പറയാൻ കഴിഞ്ഞില്ല. കാരണം അയാൾ അത് പറയുമ്പോൾ ശ്വസിക്കുന്ന ശ്വാസം പോലും ശൈഖുനയിൽ നിന്നാണ്. കുടിക്കുന്ന വെള്ളം യുക്തിവാദി അല്ലാതെ കുടിക്കുമ്പോ ആരെ വെള്ളമായി കുടിക്കുന്നത്? അള്ളാഹ് കൊടുക്കുന്ന വെള്ളം. മടവൂർ ശൈഖ് അല്ല എന്ന് പറയുന്ന വഹാബി ഓൻ പ്രസംഗിക്കാൻ നടന്നു പോകുന്നത് ശൈഖുന കൊടുക്കുന്ന റഹ്മാനല്ലേ അള്ളാഹ് എല്ലാവർക്കും കൊടുക്കും. അതേ ശൈലിയാണ് വലിയാക്കന്മാർ. കണ്ടോ സഹോദര, കണ്ട മടവൂര് ശൈഖ് അല്ലാന്ന് വഹാബി പ്രസംഗിക്കാൻ പോകുമ്പോ ആ പോകാതെ കഴിവ് കൊടുത്താരാ? മടവൂരാണത്രേ. ശ്വസിക്കുന്ന വായു മടവൂരിൻ്റെതാണത്രേ. എന്നിട്ട് പാട്ടിന് കുഴപ്പം. അതാണ് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. താങ്കൾ ഇപ്പോൾ പറഞ്ഞതും കാലഘട്ടത്തിന്റെ അൽ ഖുതുബിന്റെ കാരുണ്യത്തിൽ നിന്നാണ്.